Good morning, dear students. നമ്മളിന്ന് ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ചെറിയ ചാപ്റ്ററാണ് കേട്ടോ, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. ഓക്കെ, സോ നമ്മൾ സെൽ ആ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിരുന്നു. സെൽ ഓർഗനൽസ് ഒക്കെ പ്രസൻ്റ് ആയിട്ടുള്ള സെല്ലിൻ്റെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇൻ ദ ചാപ്റ്റർ വി ഹാവ് ഡിസ്കസ്ഡ് ദാറ്റ് it is the nucleus that helps in the process of cell division. Okay, and the chromosomes present in this nucleus has got a role in the process of cell division. So ഇവിടെ അതാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത്, സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷൻ. So as you all know, an organism grow by സെൽ ഡിവിഷൻ അല്ലേ. നമ്മുടെ എല്ലാവരുടെയും ബോഡിയിൽ ഓർഗാനിസംസ് ഗ്രോ ചെയ്യുന്നത് സെൽസ് ഡിവൈഡ് ചെയ്താണ് ഫോം ചെയ്യുന്ന സമയത്ത്. ഒരു ഓർഗാനിസം മെയിൽ ഗാമേറ്റും ഫീമെയിൽ ഗാമേറ്റും ഫ്യൂസ് ചെയ്ത് സൈഗോട്ട് വിൽ ബി ഫോംഡ് ആൻഡ് ദാറ്റ് സൈഗോട്ട് ഈസ് എ സിംഗിൾ സെൽഡ് ഓർഗാനിസം. സൈഗോട്ട് എന്ന് വെച്ചാൽ എന്താണ്? ഒരൊറ്റ സെല്ലാണുള്ളൂ. മെയിൽ ഗാമേറ്റ് ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് ഫ്യൂസ് ടു ഫോം എ സിംഗിൾ സെൽഡ് സൈഗോട്ട്. ലേറ്റർ ദാറ്റ് single cell zygote divides to form 2 cells, 4 cells, 8 cells, 16 cells and so on. ഒരു സെല്ലിൽ നിന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത്. ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് ഒരുപാട് സെൽസ് ആവും. ആൻഡ് ദർ വിൽ ബി ഈച്ച് ആൻഡ് എവറി സെൽ performing specific functions in our body. Okay, so cell division, that is very much important for the survival of an organism. Then cell division takes place mainly by 2 stages. Okay, സെൽ ഡിവിഷനിൽ 2 സ്റ്റേജസ് ആണ് മെയിൻലി നടക്കുന്നത്. സോ ദ ഫസ്റ്റ് സ്റ്റേജ് ഈസ് ഇൻ്റർഫേസ്, ദാറ്റ് ഇസ് ദ പ്രിപ്പറേറ്ററി ഫേസ് ഫോർ സെൽ ഡിവിഷൻ. ഓക്കെ, സെൽ സൈക്കിൾ എന്ന് വെച്ചാൽ സെൽ ഡിവിഷൻ നടക്കുന്ന ആ സെൽ സൈക്കിൾ, അതായത് ഒരു സെല്ല് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള ആ ഒരു ടൈം പീരീഡ്. ഓക്കെ, സോ സെൽ സൈക്കിൾ ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 stages. That is interphase and M phase. M phase is also called the mitotic phase. Interphase and M phase. So interphase is the preparatory phase and M phase is the actual division phase. ഒരു സെല്ല് 2ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് ഓടിപ്പോയി ഒരു സെല്ലിന് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അതിന് കുറേ കാര്യങ്ങൾ വേണം. പ്രോട്ടീൻസ് വേണം, RNA വേണം, DNA വേണം, കുറേ കാര്യങ്ങൾ അവിടെ സിന്തസൈസ് ചെയ്യണം. സോ ദാറ്റ് ഇൻക്ലൂഡ്സ് ദ പ്രിപ്പറേറ്ററി സ്റ്റേജ്. ഓക്കെ, ഓർ ഈ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യുക. സോ ദാറ്റ് ഇസ് ദ പ്രിപ്പറേറ്ററി ഫേസ്. ദെൻ ആക്ച്വൽ ഡിവിഷൻ, ദാറ്റ് ഇസ് വൺ സെൽ ഡിവൈഡ്സ് ഇൻ ടു 2. ദാറ്റ് ആക്ച്വൽ പ്രോസസ് ഓഫ് ഡിവിഷൻ that it takes place in the M phase or mitotic phase. So ഇവിടെ നമ്മൾ ഒരു ഡ്യൂറേഷൻ പറയുന്നുണ്ട് സെൽ സൈക്കിളിൻ്റെ. ഇൻ ഹ്യൂമൻ സെല്ലിൻ്റെ കേസിൽ ദ ഡ്യൂറേഷൻ ഓഫ് സെൽ സൈക്കിൾ ഈസ് അബൌട്ട് 24 hours. അതായത് നമ്മുടെ ഒരു സെല്ല് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാനുള്ള ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ദാറ്റ് ഇസ് 24 hours. ഓക്കെ, ഇറ്റ് വിൽ ടേക്ക് 24 hours ഫോർ വൺ ഹ്യൂമൻ സെൽ ടു ഡിവൈഡ്സ് ഇൻ ടു 2. ദെൻ ഈസ്റ്റിൻ്റെ കേസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് 90 minutes ആണ്. ഓക്കെ, നമ്മുടെ കേസിൽ 24 hours ആണ്. ഈസ്റ്റിൻ്റെ കേസിൽ ദാറ്റ് ഇസ് ഓൺലി 90 minutes. ദെൻ അപ്പം നമ്മുടെ 24 hours പറഞ്ഞല്ലോ ഹ്യൂമൻ സെൽ സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ. ഇതിൽ 23 hours പ്രിപ്പറേറ്ററി ഫേസ് ആണ്. നമ്മളിവിടെ 2 phases പറഞ്ഞല്ലോ, ഇൻ്റർഫേസ് ആൻഡ് മൈറ്റോട്ടിക് ഫേസ്. സോ ഇൻ്റർഫേസ് ഓർ പ്രിപ്പറേറ്ററി ഫേസ് ആണ് ഈ 24 hours 23 hours വരുന്നത്. ഓക്കെ, റിമൈനിങ് 1 hour ആണ് എന്തുള്ളൂ? എം ഫേസ് ഓർ ആക്ച്വൽ ഡിവിഷൻ ഫേസ് ഉള്ളൂ. സോ ദ ഇൻ്റർഫേസ് ദാറ്റ് takes around 95% ഓഫ് സെൽ സൈക്കിൾ. സെൽ സൈക്കിളിൻ്റെ 95% ഇൻക്ലൂഡ് ചെയ്യുന്നത് ഇൻ്റർഫേസ് ആണ്. ദ റിമൈനിങ് 5% ഇൻക്ലൂഡ്സ് ദ മൈറ്റോട്ടിക് ഫേസ് ഓർ എം ഫേസ്. അപ്പോൾ കൂടുതൽ സമയം എന്തിനാണ് വേണ്ടത്? പ്രിപ്പറേറ്ററി ഫേസിനാണ്. 95% അവിടെ പ്രിപ്പറേഷനാണ് നടക്കുന്നത്. only 5% ആക്ച്വൽ ഡിവിഷൻ നടക്കുന്ന സ്റ്റേജ് ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ദാറ്റ് ഇസ്, ഇവിടെ ഫസ്റ്റ് പാർട്ടിലൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളില്ല കേട്ടോ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. സെൽ ഡിവിഷൻ that is required for the growth of an organism. Then eukaryotic cell cycle, example in case of human cell, the duration of cell cycle is 24 hours. In yeast it is 90 minutes. Then cell cycle has 2 phases. First one is interphase, which is the preparatory phase, and second one M phase or mitotic phase, which is the division phase. അപ്പോൾ ഇത് നമ്മുടെ ടെക്സ്റ്റിലുള്ളൊരു ഫിഗറാണ്.
അപ്പോൾ ആ ഫിഗർ നിങ്ങൾ നോക്കണം കേട്ടോ, കാരണം ഈ ഒരു ഫിഗർ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ വരാറുണ്ട്. വളരെ സിമ്പിളാണ്. അതായത് ഇവിടെ നിന്ന് ഇത്രയും വരെ എന്താണ് ഇൻ്റർഫേസ് ആണ്. ഈ ഒരു ബ്രൗണിഷ് റെഡ് കളറിൽ കാണിച്ചേക്കുന്ന ഇത്രയും പോർഷൻ ഉണ്ടല്ലോ, അത് ഇൻ്റർഫേസ് ആണ്. ഈ യെല്ലോ കളറിൽ കാണിച്ചേക്കുന്ന മാത്രമാണ് മൈറ്റോട്ടിക് ഫേസ് ഓർ എം ഫേസ് ഉള്ളൂ. അപ്പോൾ ഇൻ്റർഫേസ് നോക്കുക. ഇൻ്റർഫേസിൽ 3 സ്റ്റേജസ് നമ്മൾ പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ G1 ഫേസ്. ഇതൊക്കെ ഇൻ്റർഫേസ്, അതായത് പ്രിപ്പറേറ്ററി ഫേസിലെ 3 സ്റ്റേജസ് ആണ് G1, S and G2. After G2, M phase. Okay. So interface-ലെ 3 phases ആണ് G1, S and G2. Interface-ലെ ഈ 3 phases കഴിയുമ്പോഴാണ് എന്ത് വരുന്നത്, M phase or mitotic phase വരുന്നത്. സോ ഈ ഓർഡർ നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അത് മാറ്റി മറിച്ചൊക്കെ ചോദിക്കും 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട്. സോ ദ ഓർഡർ ഈസ് G1, then S, then G2, M. G1, S, G2, M. അപ്പോൾ ഇത്ര ഓർക്കാം. എസ് ഫേസ് എന്ന് പറഞ്ഞാൽ DNA സിന്തസിസ്, അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. എസ് സിന്തസിസ്, എസ് എന്ന് വെച്ചാൽ DNA സിന്തസൈസ് ചെയ്യുന്ന ഫേസാണ്. എം എന്ന് വെച്ചാൽ ഡിവിഷൻ നടക്കുന്ന ഫേസാണ്. അപ്പോൾ ഈ സിന്തസിസിൻ്റെയും ഡിവിഷൻ്റെ ഇടയിൽ എന്തുണ്ട്, ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ എമ്മിൻ്റെയും എസിൻ്റെ ഇടയിൽ G1, ദാറ്റ് ഈസ് ഫസ്റ്റ് ഗ്യാപ്പ് 1 ആണ് അതിന് പറയണത്. എസിൻ്റെയും എമ്മിൻ്റെ ഇടയിൽ സെക്കൻഡ് ഗ്യാപ്പ്, ദാറ്റ് ഈസ് G2. അപ്പോൾ ആ ഓർഡറിൽ പഠിച്ചു വയ്ക്കുക, G1, S, G2, M. ഓക്കെ, ഇവിടെ ഒരു G0 കാണാം. അതെന്താണെന്നുള്ളത് ഇത് ഫേസസ് ഒക്കെ പറഞ്ഞിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഇൻ്റർഫേസിലേക്ക് നോക്കുകയാണ്. സോ ഇൻ്റർഫേസ് നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് 95% ഓഫ് ദ ഡ്യൂറേഷൻ ഓഫ് എ സെൽ സൈക്കിൾ. സോ ഇറ്റ് ഈസ് ദ ഫേസ് ബിറ്റ്വീൻ 2 M phases. ദെൻ ഇറ്റ് ഇൻക്ലൂഡ്സ് സെൽ ഗ്രോത്ത് ആൻഡ് DNA സിന്തസിസ്. ഈ എല്ലാ പ്രിപ്പറേറ്ററി ആക്ടിവിറ്റീസും DNA സിന്തസൈസ് ചെയ്യുക, അതുപോലെ തന്നെ സെല്ല് ഗ്രോ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇൻ്റർഫേസിലാണ്. ദെൻ ഇതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇൻ്റർഫേസ് ഹാസ് 3 phases, G1 phase ഓർ ഗ്യാപ്പ് 1 phase. ഈ ആൻറ്റി ഫേസ് എന്നുള്ളത് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടില്ല കേട്ടോ, അതുകൊണ്ട് നിങ്ങൾ G1 phase ഓർ ഗ്യാപ്പ് 1 phase എന്ന് ഓർക്കുക. എസ് ഓർ സിന്തറ്റിക് ഫേസ്, G2 ഓർ ഗ്യാപ്പ് 2 phase. സോ ഫസ്റ്റ് വൺ, വാട്ട് ഈസ് G1 phase ഓർ ഗ്യാപ്പ് 1 phase? അപ്പോൾ G1 phase ഫസ്റ്റ് ഗ്രോത്ത് ഫേസ് ആണ്. അപ്പോൾ നിങ്ങൾ G1 phase-ൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 2 പോയിൻറ്റ്സ് ഓർത്തിരിക്കുക. ഓക്കെ, ദ സെൽ പ്രിപ്പയർസ് മെഷീനറി ഫോർ DNA റെപ്ലിക്കേഷൻ. DNA റെപ്ലിക്കേഷൻ നടക്കുന്നത് G1 ഫേസിലല്ല. G1 കഴിഞ്ഞ് വരുന്ന S ഫേസിലാണ് റെപ്ലിക്കേഷൻ നടക്കുന്നത്. പക്ഷേ G1 ഫേസിൽ ഈ ഒരു സിന്തസിസ് നടക്കാൻ, DNA റെപ്ലിക്കേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള മെഷീനറീസ് സെല്ല് പ്രിപ്പയർ ചെയ്യുന്നത് ഈ ഒരു ഫേസിലാണ്. ഓക്കെ, സോ ദ സെൽ പ്രിപ്പയർസ് മെഷീനറി ഫോർ DNA replication in the G1 phase. So the cell synthesizes RNA and proteins in the G1 phase. ഓർത്തു വയ്ക്കുക, എസ്സിൽ DNA സിന്തസിസ് ആണ് നടക്കുന്നത് എസ് ഫേസിൽ. G1-ൽ എന്താ സിന്തസൈസ് ചെയ്യുന്നത്, RNA and proteins. അതുപോലെ തന്നെ G2-ലും RNA and proteins. ഓക്കെ, അപ്പോൾ ഇത്രയും 2 കാര്യങ്ങൾ മെയിൻലി G1-ൽ ഓർത്തു വയ്ക്കുക. പ്രിപ്പയർസ് മെഷീനറി ഫോർ DNA replication, synthesizes RNA and proteins. Then next phase, S or synthetic phase. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ DNA സിന്തസിസ് ഓർ DNA റെപ്ലിക്കേഷൻ മീൻസ് ഒരു DNA 2 DNA ഫോം ചെയ്യുക. ഓക്കെ, 1 DNA ഡിവൈഡ്സ് ടു ഫോം 2 ഡോട്ടർ DNA. ദാറ്റ് ഈസ് DNA റെപ്ലിക്കേഷൻ. സോ DNA റെപ്ലിക്കേഷൻ ഏത് ഫേസിലാണ് നടക്കുന്നത്, എസ് ഫേസിലാണ് നടക്കുന്നത്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് ദ സെൽ സൈക്കിൾ DNA replication takes place? So DNA replication takes place in the synthetic phase or S phase of the cell cycle. So in the S phase, amount of DNA per cell double. ഒരു സെല്ലിൻ്റെ ഉള്ളിലുള്ള DNAയുടെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യും, ബട്ട് ദ ക്രോമസോം നമ്പർ ഈസ് നോട്ട് ഇൻക്രീസ്ഡ്. ക്രോമസോം നമ്പറിന് ചേഞ്ച് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഹ്യൂമനിലെ ഓരോ സെല്ലിലും 46 ക്രോമസോംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ സിന്തറ്റിക് ഫേസിൽ DNAയുടെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യും. ദ എമൗണ്ട് ഓഫ് DNA വിൽ ഇൻക്രീസ്, ബട്ട് ദർ വിൽ ബി നോ ചേഞ്ച് ഇൻ ദ ക്രോമസോം നമ്പർ. ഓക്കെ, സോ ആ 2 പോയിന്റ് ഓർത്ത് നോക്കുക കേട്ടോ. DNA replication takes place, the amount of DNA per cell doubles and there will be no change in the chromosome number. Then the third phase, G2 or gap phase. ഇവിടെയും നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഓർത്തു വയ്ക്കുക. Synthesis of RNA and proteins takes place in G2 phase and the cell is prepared for mitosis.
അല്ലേ? G2 കഴിഞ്ഞാൽ നെക്സ്റ്റ് വരുന്നത് M phase ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ സെല്ല് എന്തിന് പ്രിപ്പയർ ആയിട്ടിരിക്കുകയാണ്? മൈറ്റോസിന് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുമായിരിക്കും G2. അപ്പോൾ ഈ 3 ഫേസസ് ആണ് നമ്മുടെ ഇൻ്റർ ഫേസിൽ വരുന്നത്. ഒരുപാടൊന്നും ഓർത്തിരിക്കാനില്ല, കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. സോ ഫസ്റ്റ് G1 phase or gap 1 phase, the cell prepares machinery for DNA replication, synthesizes RNA and proteins. S phase, the DNA replication takes place, amount of DNA doubles but chromosome number is not increased. Then G2 phase, synthesis of RNA and proteins, and the cell is prepared for mitosis. Okay, then comes M phase or mitotic phase. നമ്മൾ ഈ ചാപ്റ്ററിൽ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് M phase or mitotic phase-ലാണ് ഫോക്കസ് ചെയ്യുന്നത്. So M phase or mitotic phase, that represents the actual cell division or mitosis. നിങ്ങൾ സ്കൂളിൽ കേട്ടിട്ടുണ്ടല്ലോ മൈറ്റോസിസ് ആൻഡ് മിയോസിസ്. ഓക്കെ, സോ മൈറ്റോട്ടിക് ഫേസ് M ഫേസിലാണ് എന്ത് നടക്കുന്നത്? സെൽ ഡിവിഷൻ നടക്കുന്നത്. ബാക്കിയൊക്കെ എന്താണ്? ഇൻ്റർഫേസിലൊക്കെ പ്രിപ്പറേറ്ററി ഫേസസ് ആണ് നടക്കുന്നത്. ഓൺലി ഇൻ ദ M phase the actual cell division occurs. So in human cell cycle it lasts for about an hour. നമ്മൾ പറഞ്ഞല്ലോ ഹ്യൂമൻ്റെ 24 hours-ൽ 23 hours-ഉം ഇൻ്റർഫേസ് ആണ്. ഓൺലി 1 hour ആണ് എന്തുള്ളൂ? മൈറ്റോട്ടിക് ഫേസ് ഉള്ളൂ. ദെൻ mitotic phase include 2 stages, karyokinesis and cytokinesis. You have to remember these 2 terms, karyokinesis, cytokinesis. Karyo, something related to nucleus. Okay, karyokinesis means nuclear division. അതായത് സെല്ലിൻ്റെ ഉള്ളിലെ ന്യൂക്ലിയസ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുക, അതാണ് കാരിയോകൈനസിസ്. ദെൻ സൈറ്റോകൈനസിസ് മീൻസ് ഡിവിഷൻ ഓഫ് സൈറ്റോപ്ലാസം. അപ്പോൾ ആദ്യം ഏതാണ് നടക്കുന്നത്? ആദ്യം സെല്ലിൻ്റെ ഉള്ളിൽ ഒരു ന്യൂക്ലിയസ് ഉള്ളത് 2 ന്യൂക്ലിയസ് ആയിട്ട് ഡിവൈഡ് ചെയ്യും, എന്നിട്ടാണ് ബാക്കിയുള്ള സെല്ല് കംപ്ലീറ്റ് ആയിട്ട് 2 ആവുന്നത്. ദാറ്റ് ഇസ് സൈറ്റോകൈനസിസ്. ദ സൈറ്റോപ്ലാസം ഡിവൈഡ്സ് ഇൻ ടു 2. Okay, so the M phase includes karyokinesis, which is the division of nucleus, and cytokinesis, which is the division of cytoplasm. Then ചില സെൽസിൻ്റെ കേസിൽ ഡിവിഷൻ നടക്കാത്ത ചില സെൽസ് ഉണ്ട്. എക്സാമ്പിളാണ് ഹാർട്ട് സെൽസ്. ഹാർട്ട് സെൽസിൻ്റെ ഒന്നും കേസിൽ ഡിവിഷൻ നടക്കില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് RBC സെൽസ്. ഓക്കെ, നമ്മുടെ RBC, ഹ്യൂമൻ RBC നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ന്യൂക്ലിയസ് പ്രസൻ്റ് അല്ലാത്ത സെൽസാണ് ഹ്യൂമൻ RBC. ഓക്കെ, അവർക്ക് ന്യൂക്ലിയസ് ഇല്ല. നമ്മുടെ RBCക്ക് ന്യൂക്ലിയസ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ അവിടെ ഡിവിഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ ഹാർട്ട് സെൽസ് RBCക്കൊന്നും ഡിവിഷൻ ഇല്ല. ദെൻ മെനി അതർ സെൽസ് ഡിവൈഡ് ഓൺലി ഒക്കേഷണലി ടു റീപ്ലേസ് ഡാമേജ്ഡ് ഓർ ഡെഡ് സെൽസ്. അതായത് നമുക്ക് എന്തെങ്കിലും ഇഞ്ചുറി ഒക്കെ വരുന്ന സമയത്ത് അതിനെ ആ പ്ലേസിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട്, റീപ്ലേസ് ചെയ്യാൻ, ഡെഡ് സെൽസിനെ റീപ്ലേസ് ചെയ്യാൻ വേണ്ടി മാത്രം ചില സെൽസ് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഡിവിഷൻ തീരെ ഇല്ലാത്ത സെൽസിന് നമ്മൾ എക്സാമ്പിൾ പറയുന്നത് ഹാർട്ട് സെൽസ്, RBC ഒന്നും ഡിവിഷൻ ഇല്ലാത്ത സെൽസാണ്. ദെൻ അവിടെ ഞാനൊരു സ്റ്റേജ് പറഞ്ഞിരുന്നല്ലോ, G0 എന്ന് പറഞ്ഞൊരു കേസ് പറഞ്ഞിരുന്നു അല്ലേ. അതായത് ഈ ഡിവൈഡ് ചെയ്യാത്ത സെൽസിലും ഈ നമ്മൾ പറയുന്ന സെൽ സൈക്കിളിൻ്റെ സ്റ്റേജസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ G1 ഫേസിൽ നിന്ന് എസ്സിലേക്ക് പോവില്ല. ഓക്കെ, നമ്മളെങ്ങനെയാണ് നമ്മുടെ ഡിവിഷൻ എന്ന് പറയുന്നത്? നോർമൽ സെൽസിൻ്റെ G1, S, G2, M അല്ലേ. ഡിവൈഡ് ചെയ്യാത്ത സെൽസ് G1 നിന്ന് നേരെ G0 ഓർ ഗ്യാപ്പ് 0 എന്ന് പറഞ്ഞൊരു സ്റ്റേജിട്ട് പോകും. അതിന് വേറൊരു പേരും കൂടി പറയും, ക്വിസൻറ്റ് സ്റ്റേജ് എന്ന് പറയും. ഓക്കെ, G0 ഓർ ഗ്യാപ്പ് 0 ഓർ ക്വിസൻറ്റ് സ്റ്റേജ്, അതൊരു ഇനാക്റ്റീവ് സ്റ്റേജാണ്. ഈ ഒരു സ്റ്റേജിൽ ഡിവിഷൻ നടക്കില്ല, പക്ഷെ സെല്ല് മെറ്റാബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, സോ G1 ഫേസിൽ നിന്ന് നേരെ ഡിവൈഡ് ചെയ്യാത്ത സെൽസ് G1 ഫേസിൽ നിന്ന് നേരെ G0 ഫേസിട്ട് പോവും. G0 ഫേസ് ദാറ്റ് ഈസ് ആൻ inactive stage, that is the cell will be metabolically active but do not divide. Proliferation, that is division ഒന്നും നടക്കില്ല, പക്ഷെ സെല്ല് മെറ്റാബോളിക്കലി ആക്റ്റീവ് ആയിരിക്കും. അതാണ് G0 സ്റ്റേജ് ഓർ ക്വിസൻറ്റ് സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് കേട്ടോ ഇത്രയും പറഞ്ഞത്. അതായത് നമ്മുടെ ഇൻ്റർഫേസ്, മൈറ്റോട്ടിക് ഫേസ്, അതെന്താണെന്നാണ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് നമ്മൾ 2 ടൈപ്പ് മൈറ്റോട്ടിക് ഫേസിൽ നമ്മൾ കാരിയോകൈനസിസ് പറഞ്ഞല്ലോ. ഓക്കെ, കാരിയോകൈനസിസ് ആൻഡ് സൈറ്റോകൈനസിസ്. അപ്പോൾ മൈറ്റോസിസ് നമുക്ക് പഠിക്കാനുണ്ട്. മൈറ്റോസിസിലെ 4 സ്റ്റേജസും നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. ഓക്കെ.